ഡോക്ടർ, നമുക്കിപ്പോൾ മഴക്കാലമാണല്ലോ, ഇടവിട്ട് നമുക്ക് മഴയുണ്ട്. അപ്പൊ എന്തൊക്കെ രോഗങ്ങളാണ് ഈ ടൈമിൽ ഉണ്ടാകുന്നത്? അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മഴക്കാലത്ത് നമ്മൾ ഒട്ടേറെ രോഗങ്ങൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഒന്ന് കൊതുക് പരത്തുന്ന രോഗങ്ങളാണ്. നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഡെങ്കിയുടെ നമ്പർ വളരെയധികം കൂടുന്നൊരു ടൈമാണ് മഴക്കാലം എന്നുള്ളത്. അതിന് പുറമെ തന്നെ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളമായിട്ടുള്ള കോണ്ടാക്ട് കാരണം എലിപ്പനി, അതായത് ലെപ്റ്റോസ്പൈറോസിസും ഒരു കൂടുതലായി കാണപ്പെടുന്നൊരു ടൈമാണ്. അതുപോലെ തന്നെ നമ്മളെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ ഇൻഫ്ലുവൻസ, നമ്മൾ ഫ്ലൂ എന്ന് വിളിക്കുന്ന ഇൻഫ്ലുവൻസയും ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ മൺസൂൺ ടൈമിലാണ്. നമ്മൾ തന്നെ നടത്തിയ ഒരു പഠനത്തിൽ കേരളത്തിൽ കിംസ് ഹെൽത്തിൽ ഇൻഫ്ലുവൻസ കേസസ് ഏറ്റവും കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഈ ജൂൺ ജൂലൈ ടൈമിലാണ്. അപ്പോൾ അതും ഈ ഒരു മഴക്കാലത്ത് തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. ഇതിനു പുറമെ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ, അത് സാധാരണ രീതിയിലെ വയറിളക്കം അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ, ടൈഫോയിഡ്, ഇതെല്ലാം ഈ ഒരു മഴക്കാലത്ത് കൂടാൻ സാധ്യത ഉള്ളതാണ്. ഇത് നമ്മൾ അങ്ങനെ കൂടുന്നതാണ് നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ രോഗങ്ങൾ വരാണ്ടിരിക്കാനുള്ള നമ്മൾ എടുക്കാൻ പറ്റുന്ന പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്? അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം എലിപ്പനി ആണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എലിപ്പനി പ്രധാനമായിട്ടും സ്പ്രെഡ് ചെയ്യുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളം, അത് റാറ്റ് അല്ല എലികളുടെ യൂറിനുമായിട്ട് അത് മലിനമാക്കപ്പെടുന്ന ആ ഒരു വെള്ളത്തിൽ നിന്നാണ് എലിപ്പനി വരുന്നത്. പ്രത്യേകിച്ചും കാലുകളൊക്കെ ഉള്ള എന്തെങ്കിലും മുറിവുകളോ ഉണ്ടെങ്കിൽ എലിപ്പനി വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രിവെൻറ്റീവ് ആസ്പെക്ട് വളരെ സിമ്പിളാണ്. ഇത്തരം വെള്ളമായിട്ടുള്ള കോണ്ടാക്ട്, സമ്പർക്കം ഒഴിവാക്കുക എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും നമുക്കറിയാം, വേറെ പല ജോലികൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു കോണ്ടാക്ട് ഒരു പക്ഷേ ഒഴിവാക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ട്. അവരുടെ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് ഈ വെള്ളത്തിലൊക്കെ പലപ്പോഴും ഇറങ്ങേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകും. കർഷകരായിരിക്കാം, മറ്റ് രീതിയിലുള്ള ജോലികൾ ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ പൂർണ്ണമായിട്ട് സേഫ്റ്റിയുള്ള പാദരക്ഷകൾ, ഫുട് വെയർസ് ധരിക്കുക. അത് കാല് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഫുട് വെയർസ് ധരിക്കുക എന്നുള്ളതാണ്. അത് എലിപ്പനിയിൽ നിന്നും നമുക്ക് ഒരു പ്രതിരോധ മാർഗമായിട്ട് സ്വീകരിക്കാവുന്നു. വളരെയധികം ഇങ്ങനത്തെ മലിനമായിട്ടുള്ള ജലവുമായിട്ട് കോണ്ടാക്റ്റ് ഉള്ള ആൾക്കാർക്ക് ഡോക്സിസൈക്ലിൻ എന്ന ഒരു ഗുളിക നമുക്കൊരു പ്രൊഫൈലാക്സിസ് ആയിട്ട്, പ്രതിരോധമായിട്ട് നൽകാറുണ്ട്. അങ്ങനെ ഒരു കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അത് ഡോക്ടർമാരെ കണ്ടിട്ട് ആ മരുന്ന് സ്വീകരിക്കേണ്ടതാണ്. അപ്പോൾ അതിന് പുറമെ നമ്മൾ പറഞ്ഞു, ഇൻഫ്ലുവൻസയുടെ നമ്പേഴ്സും കൂടുന്നുണ്ട്, ഫ്ലൂയുടെ നമ്പേഴ്സ് കൂടുന്നുണ്ട്. ഫ്ലൂ നമ്മൾ കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുള്ളത് ഫ്ലൂ ഒരു വളരെ മൈൽഡ് ആയിട്ടുള്ള, നിസ്സാരമായിട്ട് നമ്മൾ കാണുന്നൊരു അസുഖമാണ്. പക്ഷേ പ്രത്യേകിച്ചും എന്തെങ്കിലും രീതിയിലുള്ള അസുഖങ്ങളുള്ളവർക്ക്, അപ്പോൾ അത് ഡയബറ്റീസ് ആവാം, കിഡ്നി അസുഖങ്ങളാവാം, ഹാർട്ട് അസുഖങ്ങളാവാം, ഇത്തരമുള്ള അനുബന്ധ രോഗങ്ങളുള്ള ആൾക്കാരിൽ ഫ്ലൂ വളരെ സിവിയർ ആയിട്ടുള്ള ന്യൂമോണിയയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫ്ലൂവിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടത്, ഇൻഫ്ലുവൻസയെ കുറിച്ച് അറിയേണ്ടത്, ഫ്ലൂക്ക് വളരെ എഫക്റ്റീവായ വാക്സിനുണ്ട്. കോവിഡിൻ്റെ വാക്സിനൊക്കെ വരുന്നതിന് മുന്നേ വളരെ കാലങ്ങളായിട്ട് ഫ്ലൂ വാക്സിൻസ് അവൈലബിൾ ആണ്. ആ വാക്സിൻസ് പ്രത്യേകിച്ചും അനുബന്ധ രോഗങ്ങളുള്ളവരാണ്, മുതിർന്നവരും ഈ ഡയബറ്റിസ്, അതുപോലെ ഹാർട്ട് ഡിസീസ്, കിഡ്നി അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഈ വാക്സിൻസ് നിർബന്ധമായിട്ടും എടുത്തിരിക്കേണ്ടതാണ്. ഫ്ലൂ വാക്സിൻ നമ്മൾ കുറച്ചുകൂടി പോപ്പുലറൈസ് ചെയ്യപ്പെടേണ്ട ഒരു വാക്സിനാണ്. അതിന് പുറമെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പം ഭക്ഷണത്തിലൂടെ കിട്ടുന്ന അസുഖങ്ങൾ, അതിൻ്റെ പ്രതിരോധ മാർഗങ്ങൾ വളരെ എളുപ്പമാണ്. ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ഒരു സേഫ്റ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. റിലയബിൾ ആയിട്ടുള്ള, നമുക്ക് ആരോഗ്യപ്രദമെന്ന് ശുചിത്വമുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രം ഭക്ഷണം കഴിക്കുക. വെള്ളമാണെങ്കിൽ അത് തിളപ്പിച്ചാറ്റിയ ശേഷം മാത്രം കുടിക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ് ഭക്ഷണത്തിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന 2 രോഗങ്ങളാണ് ടൈഫോയിഡും ഹെപ്പറ്റൈറ്റിസ് എയും. ഈ 2 അസുഖങ്ങൾക്കും നമുക്ക് വാക്സിൻസ് അവൈലബിൾ ആണ്. പലപ്പോഴും വാക്സിൻസ് എടുക്കാൻ മലയാളികൾ പലപ്പോഴും മടി കാണിക്കുന്ന ഒരു കാര്യമാണ് വാക്സിൻസ് എടുക്കുക എന്നുള്ളത്. പക്ഷേ ഇത് 2നും ഇഫക്റ്റീവായിട്ടുള്ള വാക്സിൻസ് ആണ്. വെറുതെ ഈ അസുഖങ്ങൾ വന്ന് കോംപ്ലിക്കേഷൻസിലേക്ക് പോവാതിരിക്കുന്നതിനേക്കാൾ വാക്സിൻസ് ഉള്ള അസുഖങ്ങൾക്ക് ഈ മുതിർന്നവരിലും ഇതുപോലെയുള്ള വാക്സിൻസ് ഇഫക്റ്റീവാണ്. ഹെപ്പറ്റൈറ്റിസ് എയുടെയും ടൈഫോയിഡിൻ്റെയും വാക്സിൻസ് എടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്.